വീട്ടുജോലിക്കാരിയുടെ നേതൃത്വത്തിൽ വീട് കൊള്ളയടിക്കാൻ നോക്കിയ സംഘം വർക്കലയിൽ പിടിയിലായി എന്നൊരു വാർത്ത ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പ്രായമായ മാതാപിതാക്കൾക്ക് സഹായത്തിനായി വീടുകളിൽ ജോലിക്കാരെ നിയമിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാറില്ല. ഒരു പരിചയവുമില്ലാത്തവരെ ആകും മിക്കവാറും വീടുകളിൽ ജോലിക്കായി നിയമിക്കുന്നത്. പ്രായമായവരെ വിശ്വാസത്തോടെ ഇവരെ ഏൽപ്പിച്ച് നമ്മൾ ജോലിക്കായി പോവുകയും ചെയ്യാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ളവരെ ഒന്ന് സൂക്ഷിച്ചാൽ നന്നാകും. വർക്കലയിൽ ഇതിന് സമാനമായ ഒരു സംഭവമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സ്ത്രീകൾ മാത്രമുള്ള വീട്ടിൽ ജോലിക്ക് നിന്നതാണ് നേപ്പാൾ സ്വദേശിനി. ഇവരുടെ നേതൃത്വത്തിലുള്ള സംഘം മോഷണം നടത്തുകയായിരുന്നു ആ വീട്ടിൽ. വീട്ടുകാരെ മയക്കി കിടത്തിയ ശേഷമായിരുന്നു മോഷണം. സംഘത്തിലെ 2 പേരെ ഇതിനോടകം തന്നെ പിടികൂടുകയും ചെയ്തു. മറ്റുള്ളവർക്കായി തിരച്ചിൽ നടക്കുകയാണ്. വർക്കല ഹരിഹരപുരം LP സ്കൂളിന് സമീപത്തെ വീട്ടിലായിരുന്നു ഇന്നലെ മോഷണം നടന്നത്. വീട്ടിൽ ശ്രീദേവി എന്ന അമ്മയും മരുമകളായ സ്കൂൾ പ്രിൻസിപ്പൽ ദീപയും ഹോം നഴ്സായ സിന്ധു എന്നിവരുമാണ് താമസിച്ചിരുന്നത്. വീട്ടുകാരെ മയക്കി സ്വർണവും പണവുമാണ് അപഹരിച്ചിരിക്കുന്നത്. നേപ്പാൾ സ്വദേശിനി ജോലിക്കെത്തിയത് ദിവസങ്ങൾക്ക് മുൻപാണ്. ഭക്ഷണത്തിലാണ് ഇവർ വീട്ടിലുള്ളവർക്ക് മയക്കുമരുന്ന് കലർത്തി നൽകിയത്. ശ്രീദേവി അമ്മയുടെ മകൻ ബംഗളൂരിലാണ്. ഇയാൾ ഭാര്യ ദീപയെ ഫോണിൽ വിളിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാത്തതിനെ തുടർന്ന് അയൽക്കാരെ വിളിച്ച് വിവരം അറിയിക്കുകയായിരുന്നു. അടുത്ത വീട്ടിൽ നിന്ന് ആളുകൾ എത്തിയപ്പോഴേക്കും ചിലർ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് ശ്രദ്ധയിൽപ്പെട്ടത്. വീട്ടുകാർ ബോധരഹിതരായ നിലയിലുമായിരുന്നു. പിന്നാലെ നടന്ന പരിശോധനയിൽ ഒരാളെ വീടിനോട് ചേർന്ന മതിലിനടുത്ത് വീണ് കിടക്കുന്ന നിലയിൽ കണ്ടെത്തുകയും ചെയ്തു. ഇയാളുടെ പക്കൽ പണവും സ്വർണവും ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ശേഷം നടത്തിയ പരിശോധനയിൽ ഒളിച്ചിരുന്ന ഒരാളെ കൂടി പിടികൂടി. നേപ്പാൾ സ്വദേശിനിയായ വനിത ഉൾപ്പെടെ 3 പേരെയാണ് ഇനി പിടികൂടാനുള്ളതും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്.